ഹലോ തുടങ്ങാൻ ചുമ്മാ ഫോണും ചെയ്ത് നിക്കാണ്ട്. എന്ത് കേസ്? എടാ എടാ നീ കാര്യം പറ. എന്ത് പറ്റിയേട്ടാ? ഇത് വിഷയമാണല്ല, എന്ത് സീന? ഇത് ഭയങ്കര വിഷയമാണല്ലോ, ഇത് ഭയങ്കര മോശമല്ലേ എടാ ഇത് ചോദിച്ചേട്ടാ ഒരു കേസ്. എടാ ഇത് നീ ഇത് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ചെന്ന് എന്തിനാടാ തലയിട്ടത്? സംബന്ധാണ് നിന്റെ അടുത്ത് പറയാം ഒരു കേസ്, നമ്മളെ സുഹൃത്തിന്റെ കേസ്. എന്താ നോബി? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം വിളിക്കാടാ. ചേച്ചി നമ്മളൊരു സുഹൃത്ത് ഒരു കേസിൽ പെട്ടുപോയി. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് സഹായം ചോദിക്കണം, അല്ലെ എന്തെങ്കിലും ചെയ്തു ഞാൻ എന്ത് ചെയ്യാൻ ചേച്ചി? നമ്മളൊരു സുഹൃത്ത് തന്നെ ചേച്ചി. കേസ് എന്താണെങ്കിലും നമുക്ക് ഒപ്പിക്കാം, നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ? കുഞ്ഞു കുഞ്ഞു റീസൺസ്. പെറ്റി കേസ് ഇപ്പൊ നമുക്ക് മ്യൂസിയം പോലീസ് പെറ്റി കേസ് അല്ല, പിന്നെ ഇത് വേറെ കേസ്. നിങ്ങളടുത്ത് പറയാൻ പറ്റൂല കാര്യം പറയാ ചേട്ടാ, ചുമ്മാ പ്രോഗ്രാം തുടങ്ങണേ. ഇത് ഒരു പെണ്ണ് കേസ്. അയ്യേ പെണ്ണോ? ഞാനല്ല, അവനാണ് കേസിൽ. നീ എന്റെ ഇടപെടല്ലേ? അല്ല, ഇടപെടാതിരിക്കാൻ പറ്റൂല. കാര്യം എന്റെ ആത്മാർത്ഥ സുഹൃത്തായിപ്പോ ഞാൻ നമുക്കൊക്കെ അറിയാവുന്ന ആളാണ് അഖിൽ കവലൂര്. അഖിൽ കവലൂരാ? ആര് പറഞ്ഞു? ചേട്ടൻ പറഞ്ഞു. എപ്പം പറഞ്ഞു? ചേട്ടൻ പറഞ്ഞു. അഖിൽ കവലൂർ ഞാൻ പറഞ്ഞ? അയ്യോ ദൈവമേ, ഞാൻ അറിയാതെ പറഞ്ഞു. പറയല്ലേ ചേച്ചി? അഖിലാണ് അഖിൽ കവലൂരിനെ പറ്റിയല്ലോ. വീണ്ടും വിളിക്കണവൻ അഖിലെ. മോശമാണോടാ ഇതൊക്കെ? രക്ഷിക്കാനാ ചേച്ചി? അവനെ രക്ഷിക്കാൻ അവൻ അമൃത ടിവിയിൽ വന്നിക്കണം. ഞാൻ അല്ല, എന്തായാലും അവന് എത്തിയില്ല. ഇവിടെ വിളിക്ക് നീ ഒരു കാര്യം ചെയ്യ്, എന്റെ പൊന്നു നോവിച്ചേട്ടാ, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം? അല്ല, എന്തായാലും അല്ലീന ഇവിടെ എത്തിയില്ല. അപ്പൊ നമ്മൾ വിളിച്ചിട്ടൊന്ന് സംസാരിച്ച പാവം ഒരു എന്തായാലും പൊളിഞ്ഞു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒളിച്ചേക്കാതെ കയറി വാ. പെണ്ണേത്തിൽ ചെന്ന് പെട്ടിട്ട് അവാർഡ് മേടിക്കാൻ വരുമ്പോൾ ഷൈൻ ചെയ്ത് പറഞ്ഞു. നീ തന്നെ ഇവരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. ഇവരെല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. 2024 എന്താ ദൈവമേ, ജനങ്ങൾക്കെല്ലാം സാരോപദേശം കൊടുക്കണ ഹരി പത്തനാപുരം പെണ്ണേസിന് ഇവനെ കാണുമ്പോ അറിയാം വരുമോ. എന്നാലും ഞാനൊരു ഡൗട്ട് കിട്ടി, ഈ ചേച്ചി കൂടെ ഇങ്ങനെ വന്ന കേസിന് കുറച്ചുപേരെ വന്നിട്ടുള്ളൂ, ഇനി വരാൻ കിടക്കണ്. ചേച്ചിയുടെ സന്തോഷം നോക്കടാ. എന്താണോ അല്ല, ഈ ചെറുകനൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞോടായിരുന്നു ചേച്ചി. ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. നീ എന്നെ സന്തോഷിക്കല്ലേ വേണ്ടത്? ഭാഗ്യോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്റെ വീട് ചോദിച്ചു വരുന്നവരെ ഹരിപത്തനാപുരത്തിന്റെ വീടെന്ന് ചോദിക്കുമ്പം മറ്റേ പെണ്ണ് കേസി ഉള്ള ഹരിപത്തനാപുരം അങ്ങനെ ചോദിക്കുന്നേ. നിങ്ങൾ ഇങ്ങനെ നശിപ്പിക്കാൻ ആര്? എന്റെ കൂട്ടുകാരല്ല. വണ്ടിയുടെ ബാക്കിൽ ഇടിച്ചോട്ടെ, കാറിന്റെ ബാക്കിൽ പെണ്ണ് കേസ് കരിയത്. പെണ്ണ് കേസ് ഇപ്പൊ ഇത്രയും പെണ്ണേസിന്റെ കാര്യം പറയുമ്പോ ഇതെന്താന്നുള്ളത് പ്രേക്ഷകർക്ക് ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ അറിഞ്ഞൂടാത്ത പോലെ. കാരണം ഈ പറഞ്ഞ പെണ്ണേസിന് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അത് ട്രെയിലർ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കാണണല്ലോ. അഭിമാനത്തോടു കൂടി പറയാം, ഞാനുണ്ട്. ആദ്യമായിട്ട് എന്റെ സ്വന്തം കൂട്ടുകാരന്റെ പെണ്ണേസിലെ ക്ലിപ്പ് കാണാൻ പോകും. എന്നാ നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കണ്ടാലോ? ആദ്യം കാണാം. സാർ, ഞങ്ങൾക്കൊരു പരാതി ഉണ്ട് സാർ. ഇവനാണ് പ്രശ്നക്കാരൻ? താനാണോ? ഇവരല്ല സാർ, പോളാണ്. എന്റെ ശരണിയാണ് സാറേ. അല്ല സാർ, ആയിഷയാണ് സാറേ. സാർ, കവിത രമേശൻ PV. ഇവരെല്ലാം ഭർത്താക്കന്മാരാന്നാ പറയുന്നത്. ഒരു പെണ്ണും കുറേ ഭർത്താക്കന്മാരും കൂടാതെ വേറെ ഉണ്ടെന്ന് പറയുന്നു. പറ്റിപ്പോയി. ഹാപ്പി വാലന്റൈൻസ് ഡേ. അയ്യോ, മാരി മീ സൂസൻ. തനിക്ക് എങ്ങനെയുള്ള പരിചയം? മാട്രിമോണി സാറേ. തനിക്കോ? ട്രൂല്ല. കല്യാണം മുടക്കിയ മുത്തപ്പനാണ് ഒന്നിനെ വെറുതെ ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ ഇല്ലേ സത്യം? ഇതാണ് എന്റെ പെണ്ണ് കേസ്. ഷൂട്ടിലാണ് ചേച്ചി, വരാൻ പറ്റില്ല. വരണമെന്ന് വിചാരിച്ചായിരുന്നു. ഈ പടത്തിൽ ആദ്യം എന്നെ വിളിക്കുമ്പം ഡയറക്ടർ ഫെബിൻ വിളിച്ചിട്ട് പറഞ്ഞ് പുതിയ പടം, നിഖിലയാണ് ഹീറോയിൻ, നിഖിലയുടെ ഭർത്താവായിട്ട് ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. തള്ളി നിഖില ഹീറോയിൻ ആകുമ്പം ഹീറോ സൂപ്പർ ക്യാരക്ടർ ആയിരിക്കുന്നത്. അങ്ങനെ കഥ പോലും ചോദിക്കാതെ ചെന്ന് ലൊക്കേഷൻ വന്നപ്പോ 8 ഭർത്താക്കന്മാര്. ആരുടെ ചോദിച്ചാലും ഏത് ഞാൻ അണ്ണന്റെ ക്യാരക്ടർ തന്നെ
നിഖിലയുടെ ഭർത്താവ്. അങ്ങനെ പേരും പിഷാരടി, അജു എല്ലാരും നിഖിലയുടെ ഭർത്താവ്. അപ്പൊ എനിക്ക് മനസ്സിലായി സകലമാന പേരും ഭർത്താക്കന്മാർ. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഹരിചേട്ടനോട് ചോദിക്കട്ടെ, കാരണം ഹരിചേട്ടൻ ഇങ്ങനത്തെ ഒരു സിനിമ ഏറ്റെടുക്കുക, അതും ഈ പേര്. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാലേ, ഒന്ന് ഈ ഭക്തിയോടുകൂടി ആളുകൾ വന്നൊക്കെ ഇരുന്നിട്ട് പോകാൻ നേരം ചോദിക്കും, ആ സിനിമയിൽ എന്തോ അഭിനയിച്ചെന്ന് കേട്ടില്ല, ഏതാ എങ്ങനെ പേര് പറഞ്ഞു കൊടുക്കണ്ട. ഇത് ഞാൻ പെട്ടത് തെറ്റിദ്ധരിക്കരുത്, പെണ്ണുകേസ് പക്ഷെ നല്ല പടവാ അങ്ങനെ പറയുന്നത്. ഇവരൊക്കെ ഭർത്താക്കന്മാരാണ്, അവരങ്ങനെ വിലസി നടക്കുന്നു. അപ്പൊ ഇവരുടെ പിന്നാലെ നടക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പോലീസ് ക്യാരക്ടറാണ്, ഒരു പോലീസ് ക്യാരക്ടറാണ്. കാരണം ഇവരൊക്കെ രക്ഷപ്പെടുത്തണമല്ലോ നമുക്കല്ലേ. ശരി, ഇതൊരു റിയലിസ്റ്റിക് സാധനമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും വാർത്തകളിലൂടെ അറിഞ്ഞിട്ടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പം രസമാണ്, പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാം. ചേച്ചി ഹരിയണ്ടോടെ ചോദിച്ചല്ലോ ഇന്നും അഭിനയിച്ചിട്ടുണ്ടെന്ന്. സണ്ണി ലിയോണ്ടോടെ അഭിനയിച്ചിട്ടിരിക്കുകയാണ്. സലീം കുമാർ മറ്റേ സിനിമയിൽ കൈ നോക്കൂല, അതേപോലെ സണ്ണി ലിയോണ്ട കൈ നോക്കി. ഹരിച്ചേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്റെ പേര് ശ്രീവിദ്യ എന്നാണ്. ഒന്നെങ്കിൽ ഇന്ന് ഞാൻ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ്. ഞങ്ങൾ 8 കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. ഇനിയിപ്പോ ഒരുപാട് വർഷം നമ്മൾ ഒന്നിച്ച് ജീവിക്കണമല്ലോ. അതിന്റെ ഇടയിൽ പുള്ളിയുടെ ഇഷ്ടം മാറി വേറെ വഴി സഞ്ചരിക്കാൻ സാധ്യത ഉണ്ടോ? സംശയം. ഇത്രയും കടുത്തൊരു ചോദ്യം. ശരിക്കും ഒരു രസമുണ്ട് കേട്ടോ. ഒരു 10-25 വർഷമൊക്കെ ഒന്നിച്ച് നല്ലോണം കഴിഞ്ഞ ഒരാള്, ഒരു ഫാമിലി, ഒരു ജോത്സ്യന്റെ അടുത്ത് എന്നിട്ട് ചുമ്മാ വെറുതെ നോക്കിയപ്പോൾ ആള് പറഞ്ഞു, ഇതെങ്ങനെ നിങ്ങൾ ജീവിച്ചു പൊരുത്തോടുന്നു. പിറ്റേ ദിവസം മുതൽ അടി തുടങ്ങി. ഞാൻ എപ്പോഴും പൊരുത്തം നോക്കിയിട്ട് ഞാൻ പറയും, നിങ്ങൾ പോയി അവരെ പറ്റി അന്വേഷിക്കണം. 2, ഈ ആസ്ട്രോളജിയിൽ പൊരുത്തം എന്ന് പറയുന്നത് കേവലം പൊരുത്തം നോക്കി കൊടുക്കൽ മാത്രമല്ല, ഇത് അവരുടെ വിവാഹത്തിന് മുമ്പ് അവരോട് സംസാരിക്കണം. ഇങ്ങനെയൊക്കെയാണ് വിവാഹ ജീവിതം, ഇതൊരു ക്യാരക്ടർ സ്റ്റഡിയാണ്. ഇന്നയാളുടെ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, അത് മനസ്സിലാക്കി പോകണമെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞ് എല്ലാവരോടും പറയാറുള്ള ഒരു അച്ഛൻ ഒരു ദിവസം രാവിലെ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ പൊരുത്തം നിങ്ങളാണ് നോക്കി തന്നത്. അവൻ ബാംഗ്ലൂരാണ്, പക്ഷേ ഇപ്പം അവന് വേറൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ അതൊന്നും കണ്ടുപിടിക്കാൻ മാർഗ്ഗമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അന്വേഷിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷേ ആരും അവനെപ്പറ്റി മോശം അഭിപ്രായം പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മോൾക്ക് ഇപ്പോഴും നിങ്ങളെയാണ് വിശ്വാസം, സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നമ്പർ കൊടുത്തു, ഇറങ്ങുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. അന്ന് എനിക്ക് നെയ്യാറ്റിൻകരയിലൊരു പരിപാടിക്ക് പോകണം. ഇറങ്ങിയപ്പോൾ ഞാൻ കുട്ടീനെ വിളിച്ച് ചോദിച്ചു, എന്താ മോളെ? പറഞ്ഞു, ചേട്ടാ ആൾക്ക് വേറൊരു ഭാര്യയും കുഞ്ഞും ഉണ്ട്, ബാംഗ്ലൂരാണ്. ഞാൻ ചോദിച്ചു, മോൾ അവനോട് ചോദിച്ചോ? ഇല്ല, ഞങ്ങൾ മിണ്ടാണ്ടിരിക്കുകയാണ്, വരുമ്പം കൈയോടെ ചോദിച്ച് പിടിക്കാം എന്ന് കരുതിയിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു. നോക്കണം, ഒരു അപകടം. അപ്പോൾ ഈ കുട്ടി ഒരു അമ്പലത്തിൽ, ഈ കുട്ടീനെ അറിയാവുന്ന ഒരു അമ്പലത്തിലാണ്. അവിടെ ചെന്നിട്ട് അർച്ചനയ്ക്കൊക്കെ കൊടുത്തിട്ട് മാറി. അപ്പോൾ തിരുമേനി ഇറങ്ങിയിട്ട് ഒന്ന് മാറിയിരിക്കാൻ പറഞ്ഞു. മാറി നിന്നപ്പോൾ ഈ തിരുമേനി വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കുട്ടിയെടുത്ത് പറഞ്ഞു, ആരോടും പറയണ്ട, നിങ്ങളുടെ ഭർത്താവിന് വേറൊരു ഭാര്യയും കുഞ്ഞുണ്ട്, ഞാൻ ഒഴിപ്പിച്ച് തരാം, 30,000 രൂപയാവത്തുള്ളൂ. ഇത് വിശ്വസിച്ചിരിക്കുകയാണ് ഈ കുട്ടി. ഞാനപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു, മോളെ അവന് സ്നേഹക്കുറവല്ലോ ഉണ്ടോ? അപ്പോൾ അവൾ പറയാന്നേ, കല്യാണം കഴിഞ്ഞ 6 മാസമായി, 2 ദിവസം നേരത്തെ കിടന്നുറങ്ങിയത് ക്ഷീണമായിട്ട്. അവര് കിടന്നുറങ്ങിക്കൂടെയല്ല 2 ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള നെഗറ്റീവ് എന്തെങ്കിലും ഒരു സാധനം വന്നാൽ നിങ്ങളോട് ഞാൻ വെറുതെ പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവിന് പല സ്ത്രീകളുമായി ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ശ്രദ്ധിച്ചോണേന്നല്ല, ചേട്ടനൊന്ന് മൂളിയാ മതി. നിന്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറയും, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിതം കൊണ്ടുപോകണോ വേണ്ടയോ, കാണണ്ട പോലെ കാണാതെ. നിന്റെ സംശയമൊക്കെ തീർന്നില്ലേ? ഓക്കെ അല്ലേ? ഇനി ആരും സംശയം ചോദിക്കട്ടെ. ചോദിച്ചാൽ നമ്മൾ പിന്നെ കൺഫ്യൂഷൻ ആയി, പിന്നെ ഡൗട്ട്ഫുൾ ആയി പോകും. ഈ ഇത് കേട്ടോ, ഈ മീശ കണ്ടോ, ഒന്ന് ചുരുട്ടിയാണ്. ഇങ്ങനെ ചുരുട്ടി മോഹൻലാൽ ചെയ്യണവനാണ്. എറണാകുളത്തൊന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ എന്റെ കാറിനകത്ത് അങ്ങ് കയറും. വെളുപ്പാങ്കാലത്ത് 3 മണിയാണ് സമയം. 3 മണി 4 മണി നേരം വെളുത്തു വരുന്ന സമയം. 10-42 വയസ്സായ ഈ ചെറുപ്പക്കാരൻ വീട്ടിലോട്ട് വണ്ടി പോകൂല. വീട്ടിന്റെ റോഡ് വരെ പോകണം. അവിടുത്തെ ഒരു ചെറിയ വഴിയാണ്. ഞാൻ കേൾക്കാതെ അമ്മയെ വിളിക്കും, ടോർച്ചും കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ കേട്ടോണ്ട് എന്നിട്ട് ഞാൻ ആ സമയത്ത് അമ്മയുടെ അടുത്ത് ഫ്രണ്ടിലോട്ട് വരല്ലേന്ന് പറയും. ടോർച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കും. ഈ വെട്ടം ഇങ്ങനെ വരുമ്പോ ഇത് ഇറങ്ങി വെയിറ്റ്. അപ്പം എന്നിട്ട് ഞാൻ പതുങ്ങിപ്പോയി. ഞാൻ ഇത് കാണാൻ വേണ്ടി പതുങ്ങി പോയപ്പോഴേ ഇവൻ ഫ്രണ്ടിൽ നിന്ന് പോണി പറഞ്ഞ അമ്മ ബാക്ക് ചെയ്ത ടോർച്ച്. ഇനി പറ, ഇനി എന്റെ ഒരു കഥ പറ. ഞാൻ ഒരു സമിതി കളിക്കുന്ന സമയം. അപ്പൊ അവിടെ ചടയമക്കലത്തെ ഒരു പരിപാടി. അപ്പൊ അവിടെ ആ പരിപാടി ബുക്ക് ചെയ്ത പുള്ളി മോഹൻലാലിന്റെ ഭയങ്കര ഫാൻസ് ആണ്. അപ്പൊ മോഹൻലാലിന്റെ ഫിഗർ ചെയ്യണം. അപ്പൊ ഞാനാണ് മോഹൻലാലിന്റെ ഫിഗർ ചെയ്തത്. അപ്പോൾ എനിക്ക് അന്ന് വേറൊരു പരിപാടി ഉണ്ട്, ഇവനടുത്ത് പറഞ്ഞില്ല. അപ്പൊ ഇന്ത കൈ എന്നെ വിളിച്ചിട്ട് പറയണം, മോഹൻലാൽ ഞാൻ ചെയ്യും, നിന്റെ കാട്ടി കിട്ടലായിട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ചുമന്ന ഷർട്ടും ഒരു വെള്ള പാൻറ്റും ഇട്ടുകൊണ്ട് ഈ അളിയെ മോഹൻലാൽ അവിടെ ആ സ്റ്റേജിൽ ഇവൻ ആ സമയത്ത് പിന്നെ മുടി എന്ന് പറഞ്ഞാൽ മറ്റേ ബാലരമയിലെ വിക്രമനൊക്കെയാണ് ഇരിക്കുന്നത്. കൃത ഇങ്ങനെ ഇരിക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്നിട്ട് പഴയ തൊഴുകൈ ആ പാട്ടാണ്. അപ്പോഴത്തേക്ക് ഞാൻ നോബിയാണേ. തിരിഞ്ഞു വരുമ്പം നീ പാട്ട് പാടണം, നിങ്ങൾ കൂവണം കേട്ടോ. അപ്പൊ നോബി ഫിഗർ ഷോ അടുത്തതായി
മലയാള സിനിമയിലെ മോഹൻലാൽ. അപ്പൊ പാട്ട് തുടങ്ങി. നീ പറ. തൊഴുകൈ ഒരു കൈ മുഖത്ത് കാണിക്കുന്നില്ല ആര്. ബാക്കി പ്ലേ മൊത്തം നിന്ന് കളിച്ചാലാണ്. സീഡി ഇടുന്ന സമയം അടിച്ചു കളയാൻ പറ്റൂല. അവിടെ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇത്രയും പേരെ രക്ഷിച്ചില്ലേ ഞാൻ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനുള്ള ഒരുപാട് കഥകൾ ഇനിയുണ്ട് അല്ലേ? പിന്നെ കൊള്ളാം. നത്തിലേക്ക് ഞാൻ ഒന്നും കൂടെ പോവാണ്. നത്തെ ശരിക്കുള്ള പേരെങ്ങനെയാ? അബിൻ ബിനോ. അബിൻ ബിനോ. അത്രയും നല്ല പേരുണ്ടായിട്ടാണ് നത്തന്ന് കൊണ്ടുവരുന്നത്. പക്ഷെ അത് നത്തിന്റെ ഒരു കഴിവാണല്ലേ ആ ക്യാരക്ടറിന്റെ ആ പേരിൽ ആ വിളിക്കാന്നുള്ളത്. കേരളത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് എല്ലാവർക്കും കിട്ടുന്ന അതെ ഭാഗ്യമല്ലേ? കറക്റ്റ്. അതെ നമ്മുടെ ശ്രീവിദ്യക്ക് ഒരു ആഗ്രഹമുണ്ട്. ആ. ഹരിചേട്ടാ നത്തിന്റെ കൂടെ ഒരു ചെറിയൊരു പെർഫോമൻസ്, ഒരു ഡാൻസ് കളിച്ചാൽ ഡാൻസോ? ഞാൻ നാടകം കളിക്കും. നത്ത എപ്പോഴേ ആഗ്രഹിക്കണം എന്നറിയാമോ? ഞങ്ങളോട് പറയുമോ? ആക്ച്വലി എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ ശ്രീവിദ്യയുടെ തലയിൽ ഇട്ടതേ ഉള്ളൂ. എടാ എന്തിനാ അവരോടൊക്കെ പറയണേ? എന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ ഞാൻ വരൂലേ? അത് കാണിച്ചേക്ക്. ഹലോ, നമ്മള് വിചാരിക്കണം നത്തല്ല ഇത്. അല്ല അണ്ണ അണ്ണ ഇത് 10-12 ലൈനുള്ള നത്താണിത്. അണ്ണ ശരിക്കും മറ്റേ ചോദ്യം ഭർത്താവാണ് ചോദിക്കേണ്ടത് എന്നോട് കേട്ടോ. നത്തെ എന്നാ ശ്രീവിദ്യ അടുത്ത് വന്നോളാൻ പറഞ്ഞോ. കൊള്ളാം, കൊണ്ടുപോയിരുന്ന ഭാഗ്യം. നോക്കണ്ട. ടൈറ്റ് കാണിച്ചോ? വാ. കൺഗ്രാറ്റുലേഷൻ. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലോറിൽ ഡാൻസ് കളിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, തുടങ്ങാൻ പറ്റിയ ആള് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. തീരുമാനമായി. നല്ലൊരു കൈയടി കൊടുക്കാം. ആൻഡ് മ്യൂസിക്. സത്യം പറ, നീ ഡാൻസ് പഠിച്ചതല്ലേ? സത്യം പറ, ഇത് പ്രഭുദേവ വേഷം മാറി വന്നിരിക്കുകയാണ്. ഇത് കിട്ടില്ലായിരുന്നു, ഞെട്ടിച്ചു. അഭിനയം കിടിലും ഡാൻസ് കിടി. ഞാൻ ഉണ്ടായിരുന്നടി അതില്. കയ്യു സോറിയടാ. ശ്രീവിദ്യ പൊളിച്ചു കേട്ടാ. താങ്ക് യു. നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ശ്രീരേഖ ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടാലോ? ചേച്ചിയും അഖിലേട്ടും കൂടെ ഉള്ള പെർഫോമൻസ്. എളുപ്പമുള്ളതായിരുന്നേ. മണിച്ചിത്രത്താഴാണെങ്കിലോ ഭയങ്കര എളുപ്പമായി. ചേച്ചി നാഗവല്ലി. ആ പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ അതിൽ കാണുന്ന പോലെ അല്ല, സെന്റിമെന്റ്സ് ആയിക്കോട്ടെ. അപ്പൊ അഖിലേട്ടൻ ചെയ്യുന്നത് നമ്മുടെ സുരേഷ് ചേട്ടന്റെ ക്യാരക്ടറും പിന്നെ അതേപോലെ തന്നെ ശോഭന മാമിന്റെ ക്യാരക്ടറും ആയിരിക്കും ചേച്ചിയും ചെയ്യുന്നത്. എവിടെ പൊളിയോന്ന് പറയണ അവിടെ ഞാൻ ഡോക്ടർ സണ്ണി ഇറങ്ങി. ഓക്കെ ഡൺ ഡൺ. ഓക്കെ. ഗംഗ ഇപ്പൊ എവിടെ പോണ്? കണ്ടോ, അല്ലിക്ക് ആഭരണം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഗംഗ ഇപ്പൊ പോണ്ട. അങ്ങനെ പറഞ്ഞ പറ്റൂല, എനിക്ക് പോണ. ഗംഗ ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞ പോണ്ട. അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ഗംഗ ഇപ്പൊ പോണ്ട. എനിക്ക് പോണ. ഗംഗ പോണ്ടെന്ന് പറഞ്ഞില്ല എന്റെ അടുത്ത്. പോയാല് എന്നെ ഇവിടെ എന്ത് വിടാത്ത മനുഷ്യ, എന്നെ ഇങ്ങോട്ട് വിടാത്ത എന്ത് ചെയ്യണ്ടേ? അയ്യോ എന്നേക്ക് ദുർഗാഷ്ടമി അണ്ണനെ കൊന്ന് അണ്ണന്റെ ചോര ഇങ്ങനെ കുടിച്ച് നടനാടണ. പോടാ. ഇനി ഒരു സന്തോഷ വാർത്ത ഞാൻ ഒരു കാര്യം പറയട്ടെ. എപ്പോഴും നമ്മുടെ ഈ ഒരു വേദിയിൽ ഇത് ഓരോ സിനിമ മൂവി പ്രൊമോഷൻസ് വരുമ്പോൾ നമ്മുടെ ഒരു അംഗം ഉണ്ടാവും അല്ലെ, നമ്മുടെ വീട്ടിലെ ഒരാൾ ഉണ്ടാവും എന്ന് പറയുന്നതിൽ ഈ സിനിമയിലും ഉണ്ട് നമ്മുടെ കുട്ടി സ്മൃതി. യെസ്. അപ്പം സ്മൃതിനെ കൂടെ ഞാൻ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യാണ്. സ്മൃതി, അപ്പൊ സ്മൃതി ഈ സിനിമയിൽ ഉണ്ടെന്നുള്ള അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ക്യാരക്ടറിനെ പറ്റി എന്തെങ്കിലും ചെറുതായിട്ട് പറയുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള ഇതെന്റെ ഫസ്റ്റ് സിനിമയാണ്. അതിൽ ചെറിയൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഒരു പോലീസുകാരിയായിട്ടാണ്, ശ്രീരേഖ ചേച്ചിയുടെ കൂടെ തന്നെയാണ്. പിന്നെ ഇതിൽ അവസരം തന്ന സിനിമയിലേക്ക് അവസരം തന്ന ഫെബിൻ സാറിനോടും ഷിനോ ചേട്ടൻ, മീനു ചേട്ടൻ, കുറെ പേരുണ്ട്, അവരോടെല്ലാം താങ്ക്സ്. സൂപ്പർ. പക്ഷെ നിങ്ങളെ ഇപ്പൊ ഞങ്ങൾ വിടുന്നില്ല.
ഇനി ഇവിടെ ഇരുന്ന് കുറച്ചു നേരം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ചിരിക്കണം. ഒരുപാട് തമാശകൾ കേട്ടു, ഇനിയുള്ള സ്കിറ്റൊക്കെ കാണണ്ടേ? പിന്നെ ശരി, എന്തായാലും നമുക്ക് ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ആവശ്യമുണ്ട്. ഒരു ബ്രേക്കിന് പോവാണ്. ബ്രേക്കിന് പോയി തിരിച്ചു വരുന്നു, ഉഷാറായിട്ട് വീണ്ടും നമ്മൾ വരും. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തുനാ ഞാൻ സത്യം പറയട്ടാ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഞാനാണ്, അറിയാം. എന്താന്ന് ഞാൻ പറയട്ടെ? എന്താ? സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നതല്ലേ? ഓ സത്യമാണ് ഏട്ടാ, ഞാൻ നീയും കൂടെ ബാംഗ്ലൂർ വർക്ക് ചെയ്തു, നമ്മൾ പ്രണയിച്ചു, നമ്മൾ കല്യാണം കഴിച്ചു. പക്ഷെ നമ്മുടെ കല്യാണം കഴിച്ച് 3 ദിവസമായേ, ഇവര് നമ്മള് വീടിന് പുറത്തിറങ്ങിയില്ല. അതുകൊണ്ട് ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. ചേട്ടൻ പുറത്തു പോകുന്നുണ്ടോ? അല്ല, നമ്മൾ രണ്ടും കൂടെ പുറത്തു പോകുന്നു. അങ്ങനെ നീ കൊടി തൂക്കി പറയുന്ന കേട്ടിട്ടുണ്ടോ? തുളിപൊക്കി പറയൂ. കൊടി പറയല്ല, കൊടി തൂക്കി പറ. അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്, കണ്ണുറക്കാൻ പറ്റില്ല. എന്നാ പിന്നെ എന്തിനാ അവിടെ പോണത്? അവിടെ പോയി വല്ലതും കാണണ്ടേ? ഞാനൊരു അലങ്കാരമായിട്ട് പറഞ്ഞു പറഞ്ഞാൽ അതിനെ പിടിച്ചങ്ങ് പോക്കുവാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ തുറക്കാൻ പറ്റും. അവിടെ ഭയങ്കര രസം. നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോലെ ഭയങ്കര കാറ്റാണ്. ഈ കൊടിതൂക്കി പാറയിൽ നമ്മൾ പോകുന്നു, അവിടെ പോയി കാറ്റ് കൊള്ളുന്നു, നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നു, എന്റെ വീട്ടിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വീട്ടിൽ വരുന്നു, അടിച്ചു പൊളിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കൊടിതൂക്കിപ്പാറ പോകുന്നു, കാറ്റ് കൊള്ളുന്നു, അതുവരെ ചേട്ടന്റെ സ്ക്രിപ്റ്റ് ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് പൊളിക്കും. നമ്മൾ അവിടെ ചെല്ലുന്നു, കാറ്റ് കൊള്ളുന്നു, ഫുഡ് ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു, രാത്രി വരെ അവിടെ ഇരിക്കുന്നു, പിന്നെയും ഫുഡ് ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു, എന്നിട്ട് തിരിച്ച് നമ്മൾ ഈ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുന്നു. ഈ പാറയുടെ മണ്ടല്ല കാര്യം ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ കൊണ്ടുതരാൻ പറയണു. ആ പ്ലെയിനിൽ ഫുഡ് ഓർഡർ ചെയ്യാമെങ്കിൽ പാറയുടെ മുകളിൽ ഫുഡ് ഓർഡർ ചെയ്യാം. എന്നാലും നീ എന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കൂല. സിനുവിന് അറിയാലോ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ അന്ന് ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചതിന് നിങ്ങളുടെ അമ്മയും ഞാനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഈ വാടക വീട്ടിൽ ഇപ്പൊ വന്ന് താമസിക്കുന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് നിങ്ങളെ വീട്ടിലോട്ട് വരാനും പറ്റില്ല, അവിടുന്ന് ഫുഡ് കഴിക്കാനും പറ്റില്ല. ഞാൻ ഓർഡർ ചെയ്തേ കഴിക്കുള്ളൂ. ഓ ശരി. അണ്ട് എനിക്ക് കുറച്ച് മെയിലൊക്കെ അയക്കാണ്ട് സമയമില്ല. ലഞ്ച് ഓർഡർ ചെയ്താ? ഓർഡർ ചെയ്യണേ, ഞാൻ പോട്ടെ. നമസ്കാരം. നമസ്കാരം 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 നമസ്കാരം. എന്താണ് പേര്? എന്റെ പേര് സിനു. ഞാൻ റെസിഡൻസ് അസോസിയേഷൻ ഗ്രിഗറി, പേര് സെക്രട്ടറി. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി, പേര് ഗ്രിഗറി. ഞാൻ ഇവിടെ ഓരോരുത്തരും വരുത്തു പോക്കുണ്ടല്ലോ, അതായത് ഇവിടെ വാടകയ്ക്ക് വരുന്നുണ്ട്, ആൾക്കാർ പോകുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആയ സ്ഥിതിക്ക് അറിയണമല്ലോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ്. എന്ത് ചെയ്യുന്നു മിസ്റ്റർ? ഞാനിവിടെ വർക്ക് അറ്റ് ഹോം ആണ്. അതായത് വീട്ടു ജോലി. അപ്പൊ നീ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, മുതലാളി വിളി. ചേട്ടാ ഞാൻ തന്നെയാണ് മുതലാളി വീട്ടുകാരൻ. അത് ശരി ശരി ശരി. നിങ്ങള് ഇവിടെ ഒറ്റയ്ക്കാണോ അതോ? ഒറ്റ ഭാര്യയുണ്ട്. ഭാര്യയുണ്ട്. എത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട്? 3 വർഷം 3 മാസം 3 ദിവസം 3 ദിവസോ? ജോ അതിനിടയ്ക്ക് നീ ഇങ്ങ് വന്നാടേ. നീ എവിടെയായിരുന്നു താമസം? അതായത് എന്റെ വീട് പൂപ്പള്ളി. പൂപ്പള്ളിയിൽ എവിടെ? പൂപ്പള്ളി പഞ്ചായത്ത് ഓഫീസില്ലേ? പഞ്ചായത്ത് ഓഫീസ്. അതിന്റെ പുറകെ ഒരു പാൽ സൊസൈറ്റി ഇല്ലേ? പാൽ സൊസൈറ്റി. അതിന്റെ പുറകിലത്തെ വീട്. നമ്മളെ ദിവാകരന്റെ വീട്, ഓടിച്ച വീട്. അച്ചായി. ദിവാകരന്റെ അച്ഛനാ? അല്ല, എന്റെ മോനാണ് ദിവാകരൻ. ഓ എന്താ? അല്ലല്ല, ദിവാകരൻ മാമന്റെ മോനാണ് ഞാൻ. ദിവാകരന്റെ മോനാണ് നീ. അത് മാമനും അറിയാമോന്ന്, ഞാൻ IT കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. നല്ല ബിസിനസ് ആണ്, ഏറ്റവും ബിസിനസ്. കാരണം വയസ്സായ ആൾക്കാരെല്ലാം ഇപ്പൊ അതെല്ലാം ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് നല്ല ബിസിനസ് ആണ്. നീ എങ്ങനെ തുണിയെടുത്ത് തയ്ക്കോ അത് തിരുപ്പൂരിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരും? നൈറ്റി കമ്പനി IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഞാനും വൈഫും. ശരി ശരി. വീട്ടിലിരുന്നാണ് പണി ചെയ്യുന്നത്. ഒന്നുമില്ല. നീ ഭാര്യ ഒറ്റയ്ക്കാണ് ഇവിടെ താമസം? ഞാനും ഭാര്യ ഒറ്റയ്ക്ക്, നമ്മൾ 2 പേരുണ്ട്. എന്തിനാണ് പ്രശ്നം നിങ്ങൾ തമ്മിൽ? നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. അങ്ങനെ പറയുമ്പോ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണ് വിഷമം? നിന്റെ വിഷമം പറ. ഒരു പ്രശ്നമില്ല. അല്ല കൊണ്ടാണ്. എടാ ദിവാകരന്റെ മോൻ എന്നുള്ള രീതിക്ക് നീ എന്റെ അടുത്ത് കാര്യം പറ, നമുക്ക് ഡീൽ ചെയ്യാന്ന്. മാമനോട് ഞാൻ കാര്യം പറയടാ. എന്റെ ഭാര്യ. നീ പറഞ്ഞാലേ എനിക്കറിയാം. ധൈര്യമായിട്ട് പറഞ്ഞോ.
അതായത് എന്റെ ഭാര്യ എടാ മൂത്ത ആളെന്നുള്ള രീതിയിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞ് നമുക്ക് ക്ലിയർ ചെയ്യാം. അല്ല മാമ എടാ പറയടാ, ഇതിന്റെ വായിക്കാത്ത എന്തോന്ന് ഇപ്പൊ എടുത്ത് കയറ്റി കൊടുക്കും. എന്ത് ഞാനായിട്ട് തുടങ്ങി വെച്ചത് നീ ആയിട്ട് തീർക്കാൻ പോവാ. അതായത് മാമ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് പുറത്ത് നിന്നാ പഠിച്ച എന്റെ ഭാര്യ. ഓ അപ്പൊ അകത്തിരുത്തില്ല, ബെഞ്ചില്ലായിരുന്ന മാമാന്ന് വിളിച്ച ഭാഗമുണ്ട് എന്നെ. മാമാന്ന് എന്നെ വിളിച്ചാ മതി. പുറത്ത് നിന്ന് പഠിച്ചോണ്ട് ഇവിടെ വീട്ടിൽ ആഹാരം ഒന്നും കഴിക്കൂല. അത് ശരി. എല്ലാ സാധനവും ഓർഡർ ചെയ്തേ കഴിക്കുള്ളൂ. രാവിലെ ഓർഡർ ചെയ്ത് കഴിക്കും, ഉച്ചക്ക് ഓർഡർ ചെയ്ത് കഴിക്കും, വൈകുന്നേരം സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കും, ഓർഡർ ചെയ്ത് കഴിക്കും, അപ്പൊ രാത്രി ഓർഡർ ചെയ്ത് കഴിക്കും. അപ്പൊ ഇവള് എന്തുണ്ടാക്കും? ഇതൊന്നും ഓർഡർ ചെയ്തില്ലെങ്കിൽ വഴക്കുണ്ടാക്കും. അത് ശരി. അപ്പൊ അതാണ് പക്ഷേ. അപ്പൊ ഇത്തിരി പശ കാണല്ലേ മാമ? എനിക്കൊരു ആഗ്രഹം കാണൂലേ മാമ, കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ കയ്യിൽ സ്വാഭാവികം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം, ഉണ്ടാകും. എന്റെ അമ്മേരെ ചോറ് കഴിക്കണം. തീർച്ചയായിട്ടും. ഇവള് കഴിക്കൂല മാമ. അതാണ് വിഷയം. എടി ഇവള് ഇങ്ങനെ തുടങ്ങി. അതാ പറഞ്ഞ എന്റെ ഭാര്യ വന്നു. അത് കൂട്ടുകാരന്റെ അച്ഛൻ. ഇവന്റെ അച്ഛന്റെ കൂട്ടുകാരൻ. എന്തോ വേണ്ട അങ്ങളിന് കുടിക്കാൻ? ജ്യൂസ്? എനിക്കൊന്നും വേണ്ട. ജ്യൂസ് എടുക്കട്ടെ? ആയിക്കോട്ടെ. ജ്യൂസ് ഓക്കെ. 2 ജ്യൂസ് പെട്ടെന്ന് ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്ത് കൊടുക്ക്. അത് എനിക്ക് കുറച്ചുകൂടെ ജോലിയുണ്ട്. പിന്നെ ലഞ്ച് മറക്കല്ലേ അങ്കിളെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ആയിക്കോട്ടെ. ജ്യൂസ് ഇപ്പൊ കൊണ്ടുവരും. കുടിച്ചോളണേ. ഞാൻ അങ്ങോട്ട് അകത്തോട്ട് വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു. സാധാരണ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലുള്ള ആൾക്കാർ ഉടനെ ചായ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ജ്യൂസ് കലക്കി കൊടുക്കും. എപ്പോൾ അതും കൂടെ ഓർഡർ ചെയ്യുന്നു. ഇത് ശരിയാവില്ല. ഇതിന് പരിഹാരം കണ്ടേ പറ്റും. ഒരു വഴിയില്ല. നമുക്കൊരു ഐഡിയ ഉണ്ട്. എന്തോ? എന്റെ കുറച്ച് കമ്പനിക്കാരുണ്ട്. പക്ഷെ നമ്മുടെ പെണ്ണ് കേസാണ്. പെണ്ണ് കേസിലുള്ള ആൾക്കാരെ കൂടെ അതല്ല, പെണ്ണ് കേസ് സിനിമയിലെ ആൾക്കാരാണ്. അവരുമായിട്ട് നമുക്ക് സംസാരിച്ചു നോക്കാം. മനസ്സിലായ നിനക്ക്? ഇവൻ പറഞ്ഞ ഞാൻ ഒരു ഐഡിയ പറയാം. അതായത് നിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് അവിടെ കഴിക്കൂല. ഇല്ല, ഓർഡർ ചെയ്തേ കഴിക്കൂ. ഒരു കാര്യം ചെയ്യ്, നിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് പൊതിഞ്ഞ് കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു പയ്യന്റെ കൊടുത്തിട്ട് ഓർഡർ ചെയ്ത് വന്നേന്ന് പറഞ്ഞ് അവ കൊണ്ട് കൊടുക്കണം. അത് ഞെക്കലുണ്ട്. കരി പറഞ്ഞില്ല, നത്ത് പറഞ്ഞില്ല, സീര പറഞ്ഞ, ആരും പറഞ്ഞില്ല. പക്ഷെ അവൻ പറഞ്ഞു. കൊള്ളാം, ന്യായമായ കാര്യം. പറഞ്ഞിരിക്കണ്ട, ഐഡിയ പറഞ്ഞു കൊടുത്താ. അങ്ങനെ അമ്മയെ വില കുറച്ച് കാണണോ? എനിക്കിപ്പോ അവളുടെ അമ്മയുടെ ആഹാരം, അമ്മയുടെ ഭക്ഷണം ഒരു ദിവസം കഴിച്ചാൽ അവൾ എന്റെ വീട്ടിൽ. അത് റൂട്ട് മാറ്റി വിടുന്നതാ. മറുപടി പറഞ്ഞു. ഇല്ല, നീ മറുപടി പറയണ്ട. ഞാൻ ഒരു കാര്യം ഇപ്പൊ ഈ നമ്മളെ അഖില് പറഞ്ഞ കാര്യത്തിൽ അത് ഓക്കെയാണ്, അത് സൂപ്പറാണ്. എന്തെന്നറിയാമോ? ഈ ആരെയെങ്കിലും വിളിച്ച് ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഡെലിവറി പയ്യന്മാരില്ലേ, അവന്മാര് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും കഴിക്കോ? ഡെലിവറി പയ്യൻ കൊണ്ടുവന്ന് എലിവേഷൻ കൊടുത്താലും അവള് കഴിക്കും. ഉറപ്പാണ്. ഞാൻ എന്റെ പരിചയപ്പെട്ട ഒരു പയ്യനുണ്ട്. യാറ്റ പയ്യൻ എന്ന് പറഞ്ഞാൽ വെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുത്തി കൊണ്ടുവരുന്ന ടീമാണ്. അവനെ ഞാൻ കൊണ്ടുവന്നത് റെഡിയാക്കി എടുക്കാം. നീ ഒരു സഹായം ചെയ്യണം. നിന്റെ വീട്ടിൽ വിളിച്ച് നിന്റെ അമ്മയടുത്ത് പറയണം 2 പൊതിച്ചോറ് റെഡിയാക്കി വെക്കാൻ. ഓൺലൈനാണെന്ന് പറഞ്ഞു കൊണ്ടു കൊടുക്കാം. വിളിച്ചോ? ഞാൻ വിളിച്ചോളാം മാമ. അമ്മ അമ്മ 2 പൊതിച്ചോറ് സെറ്റാക്കി വയ്യ മാമ. ഒരു പയ്യൻ വരും മാമ. മാമ അല്ല, അമ്മ വരും. കഴിച്ചു. അവള് വരുമെന്നോ. പക്ഷെ ഇന്ന് അമ്മ കൊടുത്തു വിടണ ചോറ് കഴിച്ചിട്ട് അവള് വീട്ടിൽ വരണം. അമ്മാതിരി സെറ്റ് ചെയ്യമ്മ. ബാക്കിയെല്ലാം സെറ്റ് ഓക്കെ അമ്മ. ഉമ്മ ശരി അമ്മ. സിനു, ലഞ്ച് ഓർഡർ ചെയ്തായിരുന്നു. എനിക്ക് വിശന്ന് പോയി. ഇനി എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യണമെന്ന് അറിയോ? ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. എന്ത് സർപ്രൈസ്? നമ്മൾ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും മറ്റേ നൂഡിൽസും ഒക്കെ അല്ലേ കഴിക്കുന്നത്. ഇന്നൊരു വെറൈറ്റി സർപ്രൈസ് ഉണ്ട്. നീ ഞെട്ടും. ഞെട്ടിയാ കൊള്ളാം. ഞാൻ നോക്കട്ടെ. നീ ഞെട്ടും, സത്യമായിട്ടും ഞെട്ടും. ഉറപ്പാണ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. വരുമ്പോ വിളിക്കണേ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ വിളിക്കാം. വിളിക്കണേ. ഞെട്ടും. എവിടെ പോയി കിടക്കണ്ട? മിക്കറിയാം ഇവളല്ല ഞെട്ടും. വിളിച്ചു പറഞ്ഞു. എല്ലാം റെഡിയാക്കി. പയ്യൻ സെറ്റാണ്. അവൻ നേരെ നിന്റെ വീട്ടിൽ പോകുന്നു. ആ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് വരുന്നു. നേരെ ഓൺലൈനിലാണെന്ന് പറഞ്ഞിട്ട് അവൻ കൊടുക്കാം. കഴിക്കുന്നു. നിങ്ങൾ ഒരുമിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു. എന്റെ കൂടെ നീ എപ്പോഴും നിന്ന് ബാക്കി ഞാൻ നോക്കിക്കോളാം. അവള് കഴിച്ചു കഴിഞ്ഞാൽ അവളെന്റെ വീട്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരുള്ള കഴിച്ചാൽ മതിയാ. ഒരുള്ള എത്തി കയറി നിക്ക. വാടാ ഇങ്ങോട്ട്. കൊള്ളാം. ഒരു വാട്ടർ ബോട്ടിലും കൂടെ കെട്ടി തൂക്കാത്തുണ്ട്. സ്കൂളിൽ പോകണ വായി നോക്കി. അല്ല, മറ്റേ ബാഗ് കിട്ടിയില്ല, ഇതേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊരു കഷ്ടം. ചോറെല്ലാം റെഡിയല്ലേ? എന്താടാ ഇത്? മാറിങ്ങോട്ട്
മോളൂ എടാ നിന്റെ ഭാര്യ ഞാൻ വിളിക്കുന്ന നിനക്കെന്താ കുഴപ്പം? അല്ലല്ല നിന്റെ ഭാര്യ നീ തന്നെ വിളിച്ചു. മോളോ ചോറ് റെഡി, ചോറ് 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 സർപ്രൈസ് റെഡി. ഇതാണ് ഇവനാ സർപ്രൈസ്? അല്ലല്ല, ഈ ഒരു സർപ്രൈസ് ഉണ്ട്. അതെ അതെ സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ് ഉണ്ട്. വട്ടപാത്രം. വട്ടപാത്രം, വട്ടപാത്രം വട്ടപാത്രം, വട്ടപാത്രം വട്ടപാത്രം. ഇതിനകത്ത് ഇതെന്തൊരു വട്ടപാത്രം? വട്ടപാത്രം അല്ല, ചട്ടിച്ചോറ്, ഇല പൊതിച്ചോറ്, ചട്ടിച്ചോറ് അങ്ങനെയൊക്കെ പറഞ്ഞാണ് വട്ടപാത്രത്തിൽ ചോറ്. ഇതെന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇല വെച്ചിട്ട് ഈ പാത്രത്തിന്റെ അടപ്പുറത്ത് ഇങ്ങനെ പ്ലക്കന അടിച്ചു വെച്ചിട്ട് 2 തട്ട് കെട്ടിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിന്നോളാം. ആകൃതിയിൽ മാറ്റം കഴിച്ചോണ്ടാവും. അതെ 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 അല്ലേ? ആണോ? കഴിച്ചിട്ട് കൊണ്ടുകൊടുത്തിട്ട് നെല്ല് കാണേണ്ട രീതി കാണാം. ചോറ് ചോറ് ചോറവിടെ പോയടാ? ചോറില്ലേ? എടാ പന്നെ, ഈ ചോറെവിടെ പോയടാ? ചോറവിടെ പോയത് എനിക്ക് അറിഞ്ഞു. ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ ഇതാണ്ട് ഇത് തുറന്നു വെച്ചിട്ട് ഇതിന്റെ വീഡിയോ എടുക്ക്, വീഡിയോ എടുക്ക്, ഇവന്റെ ഫോട്ടോ എടുക്ക്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നിന്നെ നാറ്റിക്കും. സോഷ്യൽ മീഡിയയിൽ ഫോൺ എടുക്ക്. ഫോണ് ഫുൾ ചാർജ് ആയതുകൊണ്ട് സ്വിച്ച് ഓഫ് ആയിരിക്കും. എന്തൊക്കെ ആയിട്ട് സ്വിച്ച് ഓഫ് ആയി പോയി. ഞാൻ എന്റെ ഫോൺ എടുത്തോണ്ട് വരാം. എന്റെ ഫോൺ എടുത്തോണ്ട് അവനെ വിടരുത്. അവനെ ഒന്നും ചെയ്യരുത്. നിന്റെ അടുത്ത് മര്യാദയ്ക്ക് പാവിട്ട് പറഞ്ഞല്ലടാ, നീ ചതിക്കല്ലേ ചതിക്കല്ലേ. എന്താടാ സംഭവം? ചോറവിടെ പോടാ. അതാണെങ്കിലേ പറയാങ്ങോട്ട് സാറിന്റെ വീട്ടിൽ ചോറ് മാഞ്ഞിട്ട് വന്നപ്പോഴേ എനിക്ക് വണ്ടി കൊണ്ടുവന്നപ്പോ ഇരിക്കാൻ പറ്റില്ല. അതെന്ത് മൂലക്കുണ്ട് അസുഖം ഉണ്ടായിരുന്നു? അതല്ല, പിന്നെ ആ ചോറിന്റെ മണം അടിച്ചപ്പോഴേ ഞാൻ ഒരു പൊരിച്ച മീൻ എടുത്തുന്നു. അത് കഴിഞ്ഞ വീണ്ടും ഞാൻ വണ്ടി ഓടിച്ചപ്പോ വീണ്ടും എനിക്ക് മണം ഓടിച്ചപ്പോ ഞാൻ ബാക്കി ചോറെല്ലാം കൂടെ എടുത്തുന്നു. ചോറ് കണ്ട ഭയങ്കര ആക്രാന്തം തോന്നി. ചോറ് യവനെ കൊല്ലണം, യവനെ കൊന്നിട്ട് ഞാൻ പോകും. അതെ, ഇവനല്ലേ തിന്നത്? ഇവനല്ലേ തിന്നത്? ഇവനല്ലേ തിന്നത്? നമ്മൾ മാറിക്ക്, മാറിക്ക്. നാണുണ്ടോ നിനക്ക്? നാണുണ്ടോ? തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ, ഓസിന് വെട്ട വിഴുങ്ങാതെ പണിയെടുത്ത് തിന്നൂടെ കള്ളച്ചോറ് തിന്നാതെ? നാണുണ്ടാ ഇങ്ങനെ നടക്കാൻ? എന്നിട്ടൊന്നും അറിയാത്തല്ലോ അവനെ. നിങ്ങൾ ഞങ്ങളെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത് ഫുഡ്. നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? നിനക്ക് വാക്കിയാത്ത നാക്കില്ലേ? ഇല്ല, ഈ സാറിന്റെ അമ്മയുടെ കുഴപ്പമാണ്. എന്താന്ന്? ഓ, ഈ സാറിന്റെ അമ്മ നല്ല ചോറുണ്ടാക്കി വെച്ചോണ്ടല്ലോ എനിക്ക് കഴിക്കേണ്ടി വന്നത്. അമ്മയാ? അത് സംഭവം എന്ന് പറഞ്ഞാലേ, നീ വീട്ടിലെ അമ്മയുടെ ചോറ് കഴിക്കൂലല്ലേ? അപ്പം ഈ മാവൻ പറഞ്ഞ് ഇങ്ങനെ ഒരു പയ്യനെ ആക്കിയിട്ട് വീട്ടിൽ നിന്ന് ചോറ് പൊതിഞ്ഞ് കൊണ്ടുവന്ന നീ കഴിക്കുമ്പോ ഇഷ്ടമാവും, വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അതന്നെ മോളെ. വേറൊരു കാര്യം പറയട്ടെ, ഒരു പരിചയമില്ലാത്ത യവന് ആ ചോറ് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ വീടുകളിൽ അമ്മമാരെല്ലാം ഉണ്ടാക്കുന്ന ആഹാരത്തിന് പ്രത്യേക ടേസ്റ്റ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാമോ? അത് അവരുടെ സ്നേഹവും കൂടെ അതിൻ്റെ കൂടെ ചേർക്കും. അതുകൊണ്ടാണ്. ഇതാ ഇനി ഒരു പാത്രം ചോറും കൂടെ ഉണ്ട്. മക്കൾ ധൈര്യമായിട്ട് ഇതിൽ നിന്ന് ചോറെടുത്ത് കഴിക്കും. അപ്പോഴത്തേക്ക് എനിക്ക് പറയുന്ന ശീലങ്ങളൊന്നും മാറ്റണമെന്ന് ഞാൻ പറയും. അതെ, പക്ഷെ നമ്മുടെ ശീലങ്ങളാണ് ശരി എന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. അതെ, ഒരു വായ കഴിച്ചു നോക്ക്. ഒരു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട വേണ്ട. അപ്പൊ ഞാൻ ഇത് കഴിച്ചു നോക്കണം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്നാ ഞാൻ കഴിച്ചു നോക്കാം. ഞാൻ പോയിട്ട് കഴിച്ചാൽ അതെന്താ പോയിട്ട് കഴിച്ചാൽ മതി. പോയിട്ട് എന്താടാ നീ കൊതിമൂത്തപ്പോഴേ ഞാൻ ആദ്യം ആ പാത്രത്തിൽ ചോറാണ് തിന്നത്. കോമഡി മാസ്റ്റേഴ്സ്. ശ്വേത ചേച്ചി, എന്നാ പിന്നെ നമുക്ക് കുറച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താലോ? ഓക്കെ, പക്ഷെ അതിനൊക്കെ മുമ്പ് നമുക്കിവിടെ സ്റ്റേജിൽ നമ്മുടെ മത്സരാർത്ഥികൾ വരണം, സ്കിറ്റ് കളിക്കണം, റൈസ് അടിക്കണം, ചിരിപ്പിക്കണം. അതിനൊക്കെ മുൻപ് ബാറ്ററി ഓൺ ചെയ്യണം. ബാറ്ററി ഓൺ. ബാറ്ററി ഓൺ ആയിരിക്കുകയാണ്. ആൻഡ് നാട്ടുകൂട്ടം, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ചിരിക്കുന്നവരാണ്, ചിരി ആസ്വദിക്കുന്നവരാണ്, ഗംഭീര പെർഫോമൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു വലിയ പ്രോത്സാഹനം നമ്മുടെ ടീമിന് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ശരി. എന്നാ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഷാജീർ, വിഷ്ണുപ്രിയ ആൻഡ് സുബിൻ. ഞാൻ വന്നില്ല. എനിക്ക് പേടിയാ.
വേഗം വാ. ചേട്ടാ എന്തിനാണ് ഏട്ടാ നിങ്ങൾ എന്നെ കൊണ്ട് ഈ പറ്റാത്ത വേഷമൊക്കെ ഇടിച്ച് ഇവിടെ കൊണ്ടുവന്നത്? എടീ, ഇതേ ഇതാണ് നമ്മളെ ഗൾഫിൽ ഉണ്ടാവുന്ന പറഞ്ഞ പുള്ളിയില്ലേ, പുള്ളിയുടെ വീട്. പക്ഷെ ഇവിടെ നമ്മൾ പാട്ട് പാടി സെറ്റ് ആയ മാത്രമേ പുള്ളി നമ്മളെ ഗൾഫിലേക്ക് പ്രോഗ്രാമിന് കൊണ്ടുപോകുള്ളൂ. നിങ്ങൾ എന്താണ് മനുഷ്യ ഇന്നുവരെ ഒരു മൂളിപ്പാട്ട് പോലും പാടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ മൂളിപ്പാട്ട് പാടില്ലെന്ന് പറയല്ലേ, ഇന്നലെ അടുക്കളയിൽ നിന്നിട്ട് നീ കുക്കു പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു മോളെ. അയ്യോ അത് ഞാനല്ല, കുക്കറാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇന്നിവിടെ പുള്ളി നമ്മളെ സെലക്ട് ചെയ്താ നിന്നെയും കൊണ്ട് ഞാൻ ഗൾഫിൽ പോകും മോളെ. ഉറപ്പിച്ചാ? ഉറപ്പിച്ച്. എന്നാ ഞാൻ പിള്ളേരൊന്ന് വിളിച്ചു പറയട്ടെ. വിളിച്ച് യാത്ര പറയും. ഹലോ കുഞ്ഞാ, അച്ഛമ്മ പോണെട്ടാ. പോയിട്ട് വരാന്ന് പറയണി. വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ലട്ടാ, അതാ പറയാത്ത. അച്ഛക്കും അമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കണോട്ടാ. അമ്മ വിളിക്കാവേ. എന്റെ മിനി, നിനക്ക് നല്ല പേടിയാണ് കേട്ടാ. നീ പേടിക്കണ്ട. ഞാൻ ഈ വീടിന്റെ ചുറ്റോടത്തിനെ കുറിച്ച് പുള്ളിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ നമ്മളെ സെലക്ട് ചെയ്യുന്ന പുള്ളി ഉണ്ടല്ലോ, പുള്ളിക്ക് ഈ പാട്ടിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു മൊണ്ണയാണ് പുള്ളി. അപ്പൊ നിങ്ങളെ പോലെ തന്നെ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടത്തെ കാര്യങ്ങളെ എല്ലാം ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. അതെ ഞങ്ങളുടെ കാര്യം എങ്ങനെയാ? ഓക്കെ. അതെ, എന്താ പേരെന്താ? എന്റെ പേര് മുക്കാല ചന്ദ്രൻ. മുക്കിയില്ലെങ്കിൽ ചന്ദ്രൻ. പേരെന്താണ്? തുമ്പയിലും മിനി, തുമ്പില്ലെങ്കിലും മിനി. അല്ല ഈ പുള്ളിയുടെ പേര് പറഞ്ഞപ്പോ ഒരു ചിരി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കൈ നിട്ടതാ. എന്റെ പേര് ചോദിക്കൂ. എന്താണ് പേര്? ലോറൻസ്. ഞങ്ങളെ പോലെ തന്നെയല്ലേ പാട്ടുകാരല്ലേ? എന്ത് കോറസ് എന്ന് പറഞ്ഞു? ഞാനാണ് നിങ്ങളുടെ സ്പോൺസർ. നിങ്ങളിവിടെ പാട്ട് പാടി എന്റെ മുമ്പിൽ നിങ്ങളുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. ഞാൻ എന്നാ കൊണ്ടുപോയത്? അല്ല, നിങ്ങളെ ഞാൻ ഇത് കയറ്റി കൊണ്ടുപോകും. മനസ്സിലായില്ലേ? പുള്ളിയുടെ പല്ലിന്റെ ഇടയിൽ കൂടെയാണ് നമ്മളെ കൊണ്ടുപോകണം. അതല്ലെന്ന്, നിങ്ങളെ ഞാൻ ഫ്ലൈറ്റിൽ കയറ്റി ഞാൻ കൊണ്ടുപോകുന്നു. അതെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് പാടണത്? ഞങ്ങളെല്ലാരും വാഗോണ്ടാണ് പാടാറുള്ളത്. നിങ്ങളിപ്പോ കയറിപ്പോയ ഫ്ലൈറ്റില്ലേ, അത് തിരിച്ചു വിളിച്ചതാ. എന്ത് കാര്യത്തിന്? ഇമാതിരി വർത്താനാണെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ എയർപോർട്ടിൽ കിടന്ന അവിയും അത് വേണ്ട. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? അത് നിങ്ങൾ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? അതെന്ന് വെച്ചാൽ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാട്ട് പാടിക്കഴിഞ്ഞാൽ ജനങ്ങളെ പിടിച്ചങ്ങോട്ട് ഇരുത്തണം. ജനങ്ങളെ പിടിച്ചിരുത്തോന്ന് അറിയാൻ പാടില്ല, പക്ഷെ പുള്ളിനെ ജനങ്ങൾ പിടിച്ചിരുത്തും. എങ്ങനെയാണ് പരിപാടി തുടങ്ങണ? എങ്ങനെയാണ് അതിങ്ങനെ തുടങ്ങുന്ന കാര്യം പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റൂല. ഞാൻ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ടേ പ്രോഗ്രാം ചെയ്യണ പോലെ പറഞ്ഞാൽ ഒരു രസം കിട്ടുള്ളൂ. അത് ചെയ്യണോ? അങ്ങനെ ചെയ്തോട്ടെ. പ്രിയ കലാസ്നേഹികളെ, ഗാനമേളയിലെ ആദ്യത്തെ ഗാനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ആദ്യ ഗാനം പ്രമദവനം എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ശബ്ദം നൽകുന്നു മുക്കാല ചന്ദ്രൻ. താങ്ക് യു. അടുത്ത ഗാനത്തിലേക്ക് കിടക്കുകയാണ്. പ്രമോദവനല്ലേ? അല്ല, പ്രമോദനം എന്ന് പറഞ്ഞപ്പോഴേ കൈയിട്ടില്ല, അത് പാടിയായി കൈയ്യടി കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ ഗാനത്തിലേക്ക് കടക്കുകയാണ്. മേഘനാഥൻ എന്ന ചിത്രത്തിലെ ഈ ഗ്രഹനാഥൻ എന്താണ് ഈ പറയണത്? വടക്കുന്നാഥൻ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം ശബ്ദം നൽകുകയാണ് ഞങ്ങളുടെ അനുഗ്രഹീത ഗായിക മിനി. ദുബായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് വടക്കുന്നാഥന്റെ പാട്ട് കേൾക്കാം. കളഭം തരാന്നോ? നീ പണ്ട് ഓക്സിജൻ സമയത്ത് ഷാപ്പിൽ എങ്ങാനും പോയി നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അല്ല, ഞാൻ കള്ളപ്പവും മീൻകറിയാണല്ലോ എന്റെ വീക്ക്നെസ്. മിണ്ടരുത് നീ. അതെന്താ സംഭവം അറിയാറേ, ഈ ഗൾഫിലെ മലയാളികൾ കള്ളപ്പൊന്നും അങ്ങനെ അധികം തിന്നാറല്ലോ. അപ്പൊ ഞങ്ങളുടെ പാട്ടിലൂടെ കേരളത്തിൽ രുചി അങ്ങ് കൊടുക്കും. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ അവരുടെ നാവിലൊരു രുചി കിട്ടുമല്ലോ. നാളൊരെണ്ണം കിട്ടിട്ട് 4 ദിവസം കഴിഞ്ഞാൽ നാവില് രുചി വന്നത്. നിങ്ങൾ ആനിസ് കിച്ചൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണല്ല, നിങ്ങളെ ഗാനമേളക്ക് കൊണ്ടുപോകണാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രവാസി മലയാളികളാണ്. അവിടെ നിങ്ങൾ മാപ്പിളപ്പാട്ട് പാടണം. അയ്യോ, മാപ്പിളപ്പാട്ട് ഞാൻ പാടും. മാപ്പിളപ്പാട്ട് പാടി ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങണം. അങ്ങോട്ട് ആ കാര്യത്തിൽ സാറ് പേടിക്കണ്ട. മാപ്പിളപ്പാട്ട് പാടി ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ ജനങ്ങളെ പിടിച്ചിരുത്തും ഞാൻ. അപ്പൊ എന്റെ മാപ്പിള പോയി. മിനി മിണ്ടരുത് നീ. അപ്പൊ ഓക്കെ, മാപ്പിളപ്പാട്ടല്ലേ സാറേ? പാടിപ്പോട്ടെ. 1 2 3 സ്റ്റാർ. കടക്കാരൻ മണിയുടെ കടയിൽ കൊടുക്കുവാൻ 200 രൂപ വേണം. അത് കടക്കാരൻ ചേട്ടന് നമ്മൾ 200 രൂപ കൊടുക്കാനില്ലേ? അത് പാട്ടുബുക്കാണ് എഴുതുന്നത്. അത് പാട്ടുബുക്ക് തിരിച്ചു കടക്കണ്ണിൻ മുന കൊണ്ടിട നെഞ്ചിലാകം വിട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ. വിളിച്ചതല്ല, ഞാൻ പാട്ട് പാടിയതാണ്. എന്തൊക്കെ കയ്യടിച്ചിട്ട് മോളെ കയ്യടിച്ചു. എന്താണത്? പാട്ട് എന്താ സംഭവം അറിയുമോ? ഞങ്ങളുടെ ഈ ഗാനമേളയില് സ്കിറ്റ് ഉണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ പേരെന്നറിയുമോ?
പദ. സാധാരണ പാട്ട് പാടി കഴിയുമ്പോഴല്ലേ വായിക്കണം. അത് പദ, ഇത് പട്ട. പാട്ടും തമാശയും. പാട്ടും തമാശ. ഇടയ്ക്ക് നാടൻ തല്ലുണ്ടാ. നാടൻ തല്ല. നാടൻ തല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിനക്ക് വല്ല കാര്യമായിരുന്നു. പുള്ളി മറന്നിരിക്കരുത്. ഇപ്പൊ കിട്ടും. നാടൻ പാട്ട് വേണം. നാടൻ പാട്ടുണ്ടല്ലോ. നാടൻ പാട്ട് പാടുന്ന ആളാ. എടാ ഞാൻ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണിച്ചന്റെ പാട്ടൊക്കെ. അയ്യോ, മനുഷ്യന്റെ പാട്ട് ഞാൻ പാടും. പിന്നെ ഓടപ്പഴം പോലെ പെടുന്ന ഗ്രീൻ പീസാ. ഗ്രീൻ പീസോ? മാസ്റ്റർ പീസാ. അത് പാടിക്കോളാം. ആ ചാലക്കുടി തുടങ്ങിയിട്ട് ഇപ്പൊ മാളെ കൊണ്ട് വെച്ചല്ല. തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തൊണ്ടക്കൊരു പ്രശ്നമില്ല. സോഡ വേണോ? സോഡ വേണ്ട. സോഡ എടുക്കാം. പാട്ട് പാടിക്കോളാം. സോഡ വേണ്ട. സോഡപ്പഴം പോലൊരു സോഡപ്പഴോ? സോറി പഴം പോലൊരു സോറിപ്പഴോ? ഈന്തപ്പഴം കൊള്ളാം. ഗൾഫിലാകുമ്പോ അത് പൊക്കോളും. ഈന്തപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ മരുഭൂമിയിലാകെ അലഞ്ഞു നാണ്ടി. ഒട്ടകത്തിനോ കൊമ്പില്ല. എന്തില്ല? കൊമ്പില്ല. എന്തില്ല? എന്റെ മക്കൾക്ക് തന്നില്ല. ഒന്നുമില്ല. ഹലോ കുഞ്ഞാ, നമ്മുടെ ഫ്രിഡ്ജിനകത്തെ മീനും ഇറച്ചിയൊക്കെ ഇരിപ്പുണ്ട്. അതിപ്പൊ തന്നെ മക്കള് ചൂടാക്കി കഴിച്ചോട്ടാ. നാളെ മുതൽ മക്കൾക്ക് മീൻ കൂട്ടാൻ പറ്റൂല. പെലയാണ്. അച്ഛനും അമ്മയും കൂടി പാട്ടൊക്കെ പാടിയിട്ട് വരാട്ടാ. ഇതാണ് നാടൻ പാട്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നാടൻ പാട്ട്. അച്ഛനെ ഓർത്ത് കരയല്ലേ ഒന്നു മക്കളെ. അച്ഛനെ അമ്മനെ ഓർത്ത് കരയല്ലേ പൊന്നു മക്കളെ. അച്ചാച്ചി വന്നാ പിന്നെ പോവാലോ നമുക്ക്. അച്ചാച്ചി വന്നാ പിന്നെ പോവാലോ നമുക്ക്. ചക്കി എന്നൊരു ചമ്പാരുണ്ടേ താരിത്തിരുത്തൈ. ഒരു നൂറട്ടെ. ചക്കി എന്നൊരു ചമ്പാരുത്തെ പാരിത്തിരുതൈ. ചക്കി എന്നൊരു ചമ്പാരുന്തെ താരിത്തിരുത്തൈ. ആ ചക്കി എന്നൊരു ചമ്പാരുന്തേ താരിത്തിരുതൈ. ഇതെന്താന്ന് പറഞ്ഞ ചക്കിപ്പരുന്ത്. ചമ്മിപ്പരുന്തായില്ലേ? നാടൻ പാട്ട് ഓക്കെ. നാടൻ പാട്ട് ഓക്കെ. ഈ സംഭവം ഒരു സൈഡിൽ നിന്ന് പൊളിഞ്ഞു പോണെങ്കിലും ഒരു സൈഡിൽ നിന്ന് കേറി വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെറൈറ്റി ആണ് നമുക്ക് വേണ്ടത്. വെറൈറ്റി ഉണ്ട്. എന്ത്? അതായത് ഞങ്ങളുടെ സ്റ്റേജിൽ ഞാൻ കുഞ്ഞായിട്ടും ഇവൾ അമ്മയായിട്ടും അഭിനയിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു വിഷ്വൽ എഫക്ട് സാധനമാണത്. അതാണ് വേണ്ടത് നമുക്ക്. അപ്പൊ അതായത് കഥാസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് ഉറക്കം വരാണ്ടാകുമ്പോൾ അമ്മയുടെ അടുത്ത് പോയി പറയുന്നു. അപ്പൊ അമ്മ താരാട്ട് പാട്ട് പാടി ഉറക്കുന്നതാണ് രംഗം. ഓക്കെ നോക്കാം. കുഞ്ഞുട്ടിന് ഉറക്കം വരുന്നില്ല. ഒരു പാട്ട് പാടിത്തരാമോ? അമ്മ ഇപ്പൊ പാടിത്തരാവേ. പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയായി. പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയായി. കൽക്കണ്ട കുന്നിന്റെ മുകളിൽ കോക്കാച്ചി. കോക്കാച്ചി അല്ല, അത് കാക്കാച്ചി. ഞാനൊരു കാര്യം പറയട്ടെ. പുള്ളിക്ക് പൈസക്ക് എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടോ? ചെറുതായിട്ടുണ്ട്. ഒരു മുതുക്കം കടന്ന് കാട്ടായ എനിക്ക് പോടാ. രണ്ടുപേരോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എനിക്കിട്ട് ആട്ടല്ലേ അങ്കിളാ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ബസ്സിൽ പിടിച്ചാലോ? ഈ ബസ്സിൽ പറഞ്ഞേക്കാൻ നല്ല ട്രെയിനിൽ പിടിക്കുമായിരിക്കും. അല്ല, ഗസൽ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഗസലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഗസ്സിൽ പാടേ? ഗസൽ പാടൂ. ഒരു കിടുക്കൻ ഗസലാണ്. ഓക്കെ. മയണി കണ്ണിന്റെ. ഇതൊന്നും വീട്ടിൽ കേൾക്കാലടി. ഗൾഫുകാരൻ വന്നപ്പോ അങ്ങ് കേൾക്കിപ്പിക്കണം. മഞ്ചാടിക്കടവത്ത് അരെ വാ മണിമാറൻ വരുന്നതും കാത്ത്. സബാഷ്. ഷർട്ടൂരി നീ എന്റെ കസവും ഉണ്ടുടുത്തപ്പോൾ ഉടുക്കാതിരുന്നോനേ ഉടുക്കാതിരുന്നോനേ എന്തേ ഇന്നും മിട്ടിയില്ല. ഞാനിച്ചിരി തിരക്കായി പോയി, ഇടാൻ മറന്നുപോയി. ഇതാരോടും വിളിച്ച് പറയരുത്. ദൃശ്യ സിനിമയിലെ വരന്റെ ബോഡി മുങ്ങിപ്പോയിക്കിട്ട് അതങ്ങ് മുങ്ങിപ്പോണം. നമ്മൾ 2 മേത്രം മാത്രം അറിഞ്ഞാൽ മതി. ഈ ദൃശ്യം സിനിമയിൽ വരുണ്ട ബോഡി ഉണ്ടല്ല, പോലീസ് സ്റ്റേഷന്റെ അടിയിലെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോ പറയാനായിട്ട് അടിയിലൊന്നും ഇല്ലല്ലോ. അതെ മോളെ, മോളൊരു പാട്ട് പാടും. ഞാനോ? അല്ല, പാടിപ്പിക്കലട മൊത്തം തെറ്റാണോ പാടുന്നത്? ഇയാള് പാടിയല്ല ശരിയാണോ? മാറി നിങ്ങൾ മോള് പാടും. തുമ്പിപ്പെണ്ണേ വാവാ തുമ്പച്ചോട്ടിൽ വാവാ. തുമ്പിപ്പെണ്ണേ വാവാ തുമ്പച്ചോട്ടിൽ വാവാ. ഇളവയിൽ കുങ്കുമ ഗുളികയും
കൊണ്ട് നീ. എന്റെ അച്ഛൻ ആശുപത്രി കിടക്കണം കൊണ്ട് പോകാനായിട്ട്. ഞാൻ ഈ പാട്ടോടെ പാട്ട് പോകേണ്ടത് ഞാൻ ഇല്ല, പറയാം. ഞാൻ പാടിയിട്ട് അപ്പൊ നിനക്ക് ഒറ്റയ്ക്ക് പാടി ചെയ്യാൻ ചിലവരാണോ? നീ കണ്ടോടി ഈ പാട്ട് ഞാൻ മീറ്റർ എത്തിയാണ് തുന്നിയ ഗുളികയും കൊണ്ട് നീവാ നീവാ. ബ്ലൗസും പവടയും നെയ്റ്റിയും ചുരിദാറും ഒന്നും മണിയേണ്ട കള്ളിപ്പെണ്ണെ നീ തന്നെ ഒരു തങ്കക്കുടമല്ലോ. ഏത് റൂട്ടിലാണ് ഇപ്പൊ പോണത്? അല്ല ഈ റൂട്ടാണ് കറക്റ്റ്. നല്ല റൂട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട റൂട്ടാണ്. റൂട്ട് ബാക്കി പറ. ബാക്കി പറ. എന്നെ കുറിച്ച് എനിക്ക് അറിയാൻ പാടാത്തതാണ്. ഞാൻ ഗൾഫിലെ മെയിൻ ഒരു ഞരമ്പനാ ഞാൻ. പാടാൻ പറ്റില്ല, അങ്ങനെ പാടാൻ പറ്റില്ല. പാടണ്ട, എനിക്ക് പറഞ്ഞു തന്നാ മതി. ഞാൻ സ്പ്രേ തരാടാ. മറ്റേ ബോഡി സ്പ്രേ, മണ സ്പ്രേ. ഇത് മമ്മൂട്ടിയുടെ പാട്ടുകൾ മാത്രം പാടിയതാണ്. ഇന്ന് മമ്മൂട്ടിയുടെ പാട്ട് പാടി മുതൽ അവിടെ ലാലേട്ടന്റെ പാട്ട് പാടാ. ലാലേട്ടന്റെ പാട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. നോറൻ കീച്ചു നോക്കട്ടെ. ലാലേട്ടന്റെ പാട്ട് വേണോ? എടി നമുക്ക് നാടോടി കാട്ടിലെ പാട്ടങ്ങ് പാടിയല്ലോ. വൈശാഖനെന്തേ ചുണ്ടിലെന്തോ അരുണിന്റെ അനിയൻ തന്ന ഹാൻസടാ മോഹന പറയടാ ഇന്നലത്തെ പൈന്റിൻ ബാക്കി എവിടെ വെച്ചടാ. മലമ്പുഴയിൽ മണിരത്നം ഷൂട്ട് തുടങ്ങി. രജി നദിയിൽ ജലജയുമായി നീന്തി തുടങ്ങി. മലമ്പുഴയിൽ മണിരത്നം ഷൂട്ട് തുടങ്ങി. ലൊക്കേഷൻ ഷിഫ്റ്റ്. രജി നദിയിൽ ജലജയുമായി നീന്തി തുടങ്ങി. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ മാതിരി കാശ് മുടക്കിയുടെ പരിപാടിയാണ് നിങ്ങളുടെ ഈ അഭ്യാസം കാണാൻ വേണ്ടിയല്ല. നിങ്ങൾ രണ്ടുപേരെ ഞാൻ പോലീസിൽ പിടിച്ചു. അയ്യോ ചേട്ടാ, വീട്ടിൽ 2 പിള്ളേരുള്ള വെറുതെ വിട് കേട്ടാ. ഒരു കാര്യം ചെയ്യും, മോള് പൊക്കോ, ഇവൻ ഇവിടെ നിൽക്കട്ടെ. അല്ലേട്ടാ, ആ പിള്ളേർക്ക് യാക്കും പങ്കുണ്ട്. അന്നൊരു കാര്യം ചെയ്യും, മോള് പൊക്കോ, ഇവൻ ഇവിടെ നിൽക്കട്ടെ. പറഞ്ഞ മനസ്സിലായില്ലേ? നീ പോയിക്കോ, നിന്നെ ഒഴിവാക്കി എന്നെയാണ് പുള്ളി ഗൾഫിൽ പ്രോഗ്രാം എടുത്തേക്കുന്നത്. നീ പോയി, നീ പിള്ളേരെ കൊണ്ട് സുഖമായിട്ട് ജീവിച്ചോ. ഞാൻ ഗൾഫ് നാട്ടിൽ പോയി കഷ്ടപ്പെട്ട് ഗാനമേള നടത്തി സുഖമായിട്ട് ജീവിച്ചോ. പോയിക്കോ. അല്ല, പൈസ കൊണ്ട് തന്നെ. പൈസ കൊണ്ട് അങ്ങനല്ല, കുറച്ച് കുണുങ്ങി പോ. അതെന്തിനാ? അല്ല പോക്കിലെങ്കിലും ഒരു ചിരി കിട്ടാൻ വേണ്ടി ചിരി പറഞ്ഞപ്പോ അവള് പൊട്ടിച്ചിരി തന്നിട്ടാ പോയത്. പിന്നെ നമ്മള് എപ്പോഴാണ് ഈ ദുബായിൽ പോണത്? അല്ല നമ്മള് ദുബായി പോണ ആരും അവിടെ നിൽക്കട്ടെ. നീ അതൊരു പാട്ട് പാടില്ല, സാരി ഇല്ല ബ്ലൗസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. ആ പാട്ടിന്റെ ബാക്കി എനിക്കൊന്ന് പാടിത്താടാ. അല്ല പാട്ട് പാടി നിന്നെ ഗൾഫിൽ കൊണ്ടുപോകും? ഗൾഫിൽ കൊണ്ടുപോകില്ല, നിന്നെ ഞാൻ പട്ടായിക്ക് ഞാൻ കൊണ്ടുപോകും. പിടിച്ചോ, ബ്ലൗസും പവടയും നെയ്റ്റിയും ചുരിദാറും ഒന്നും മണിയേണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വന്നണ്ട മനുഷ്യ. അവള് വിളിക്കണ അങ്ങനെ നല്ലൊരു സ്കിറ്റ് നമ്മൾ വീണ്ടും കണ്ടു, ഒരുപാട് ചിരിച്ചു. സ്കിറ്റിൽ പറയുന്നത് എൻ്റെ നാട്ടിലൊരു പയ്യൻ, ഒരു കടക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് മനോഹരമായി പാടും, അസാധ്യമായി പാടുന്ന ഒരു പയ്യനാണ്. സന്തോഷ് രാജ് എന്ന പേര്. ഒരു TV ഷോയിൽ വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്ക് അവാർഡ് കിട്ടിയാണ്, യേശുദാസ് സാറിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടിയ. ഈ പുള്ളീനെ ഗൾഫിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം അവിടുന്ന് വിളിച്ചിട്ട് രാത്രിയിൽ ഇവന്മാർ പാടിപ്പിക്കും. ഏതാ ഇവർ കള്ളുപിടിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഇവനില്ല ആ ഗൾഫിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ട് ഈ പാവം രാത്രി മൊത്തവും ഇരുന്നവർക്ക് പാടിക്കൊടുക്കും. എന്നിട്ട് അവനൊരു പാസ്പോർട്ട് എടുത്തിട്ട് അത് എക്സ്പയർ ആകാൻ പോവാണ്. ഇതുവരെ ആ പാവത്തിനെ ഗൾഫിൽ കൊണ്ടുപോയിട്ടില്ല. അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട് ചില സംഘടനകളിൽ വിളിച്ചിട്ട് ഉപയോഗിച്ചിട്ട് എടുത്ത് കളയുന്ന ആളുകൾ. ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പണക്കാരനായിട്ടുള്ള ഒരാളെയാണ് ഓർമ്മ വന്നത്, ഇങ്ങനെ ഉപയോഗിച്ചിട്ട് കളയാൻ ശ്രമിക്കുന്നത്. നല്ലോണം അവതരിപ്പിച്ചതാ പറഞ്ഞത്. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശ്വേതേച്ചി, ഡിഡ് യു എൻജോയ് ദ ഹോൾ തിങ്? പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എനർജി ഒന്നും പറയേണ്ട, സ്ക്രിപ്റ്റ് വാസ് ഗുഡ്. പാട്ട് വന്നപ്പോഴാണ് ഒരു ടേക്ക് ഓഫ് വന്നത്. സൂപ്പർ. ശരി, എന്തായാലും ഇവരുടെ സ്കിറ്റില് എത്രത്തോളം ബാറ്ററി ഹാപ്പി ആണെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? നോക്കാം, വാ. പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 35,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി ചൂടോടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. സൂപ്പർ. എന്തായാലും അടുത്ത തവണ ഇതൊക്കെ മേലെ വാങ്ങണം, നമുക്ക് കാണണം. ഇതുപോലെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരും അല്ലേ? വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടീം നമ്മളോടൊപ്പം വീണ്ടും ജോയിൻ ചെയ്യാണ്. പെണ്ണ് കേസ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ പറയാനാണ് ഇവരെല്ലാരും എത്തിയിരിക്കുന്നത്. യെസ്, അപ്പൊ അഖിലേട്ടാ, നമ്മുടെ പെണ്ണ് കേസ് സിനിമയെ പറ്റി റിലീസിംഗ് അങ്ങനത്തെ എല്ലാ വിശേഷങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഈ നവംബർ മാസത്തിൽ തന്നെ ഈ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഈ സിനിമ പോയി കാണണം. തമാശയുള്ള കുറച്ച് നൊമ്പരങ്ങളൊക്കെ ഉള്ള
നല്ല ശുഭപര്യാവസ്ഥയായിട്ട് അവസാനിക്കുന്ന ഒരു പടമാണ്. അതെ. ഒരുപാട് പേരുണ്ട് ആർട്ടിസ്റ്റുകൾ. നിഖില വിമൽ, അജു വർഗീസ്, പിഷാരടി, ഇർഷാദ് ഖാൻ, ഒരുപാട് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഹക്കീമാണ് നല്ലൊരു മേജർ റോൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ എല്ലാവരും പോയി കാണും, നിങ്ങളും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴേ നമ്മൾ എല്ലാവരുടെയും പെർഫോമൻസ് ഉണ്ട്. ഈ അഖിലേന്റെ പെർഫോമൻസ് നമ്മൾ ഇതുവരെ ഒന്നും കണ്ടില്ല. അപ്പൊ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അഖിലേന്റെ ബെസ്റ്റ് ഫ്രണ്ടായ നോബി ചേട്ടന്റെ സൗണ്ട് എടുക്കണം. അതെങ്ങനെയുണ്ട്? സൗണ്ടാ ഇവ എന്നാ എത്രയോ പേരെടുത്ത് എന്റെ സൗണ്ട് വിളിച്ച് കടം ചോദിച്ചിട്ടുണ്ട്. അല്ല, ഇവന്റെ സൗണ്ട് ആദ്യം ചെയ്യുന്നത് പണ്ട് കൈരളിയുടെ സീരിയൽ ഉണ്ടായിരുന്നു. അത് ഇവൻ അഭിനയിച്ചിട്ട് ഇവൻ ട്രിപ്പ് പോയി. അപ്പോൾ ഡബ് ചെയ്യാൻ ആളില്ല. എനിക്ക് അന്ന് അവന്റെ സൗണ്ട് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ സ്റ്റുഡിയോ ചെന്നിരിക്കും. ഞാൻ എന്നിട്ട് അതിൽ ഇവന് പപ്പ എന്നാണ് വിളിക്കുന്നത്. എന്റെ പൊണ്ണ് പപ്പ. അപ്പൊ കിട്ടൂല കേട്ടോ, ഈ സൗണ്ട് കിട്ടണില്ല. അപ്പൊ വീണ്ടും ഞാൻ അപ്പം കുറച്ചുകൂടെ പിടിയടാ. അവസാനം ഞാൻ അറിയാമോ, ഇത് ഡബിങ്ങിന്റെ മൈക്ക് മൂക്കിങ്ങനെ പിടിക്കും. എന്റെ പൊന്ന് പപ്പ, നിങ്ങളൊരു കാര്യം പറയണം, ഇങ്ങനെ പിടി, കറക്റ്റ്. അടുത്ത എപ്പിസോഡ് ആ മൂക്കി പിടിക്കുന്ന വിളി ഡബ് അങ്ങനെ ഡെയിലി അവന്റെ വോയിസ്, അവന്റെ സ്ലാങ്, അവന്റെ തിങ്സും പരിപാടിയൊക്കെ എളുപ്പമാണ്. എന്റെ പൊന്നളിയ ഇന്നൊരു പരിപാടി ഉണ്ട്, അവിടെ ചിരിച്ചിരിച്ചിട്ട് ഊപ്പാട് ഈ ഒരു വോയിസ്. കാരണം അന്ന് അറിയില്ല, അന്ന് അത്രയും ഞാനാണ് ഡബ് ചെയ്തത്. ആ സമയത്ത് ബെഞ്ചിത്തണ്ണം വിളിക്കും, ഡേയ് വാടേ മൂക്കി പിടിക്കാൻ സമയമായി. 3 എപ്പിസോഡ്. പൊന്ന് നോബിയുടെ വോയിസ് അങ്ങനെയാണ് ചെയ്യുന്നത്. ശരി, അപ്പൊ നോബിചേട്ടന്റെ സൗണ്ട് എന്തെങ്കിലും കുറച്ച് നമ്മൾ ചെറിയൊരു പരിപാടി. വേറെ ഒരു മോർഫിംഗ്. അതെന്താ സംഭവം? അതായത് ലാലേട്ടനിൽ നിന്ന് MG ശ്രീകുമാറിലേക്ക് മാറുന്നു. പരകായ പ്രവേശം. പ്രകടനങ്ങൾ, വിസ്മയങ്ങൾ നിമിഷ നേരം കൊണ്ട് വേറൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറുന്നു. അതിനുശേഷം ഇവൻ നെഞ്ചിൽ ആട്ടുകൾ വെച്ച് ട്യൂബ് തിന്നും. ആദ്യത്തെ അഖിലിന്റെ ഐറ്റം എന്ന് പറയുന്നത് മോഹൻലാലിൽ നിന്നും MG ശ്രീകുമാറിലേക്കുള്ള പരകായ പ്രവേശം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവനിക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം. വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും. ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ഇങ്ങനെ ഡാൻസ് കളിച്ച് നമുക്ക് നിങ്ങൾ വൈൻഡപ്പ് ചെയ്തേക്കാം. എന്ത് പറയുന്നു? ലാലേട്ടും MG ഒക്കെ അങ്ങ് ഇറങ്ങട്ടെ. വാ ശ്രീവിദ്യ, ഡയന, വാ, എല്ലാവരും വാ.